ഇത്ര ഒരു മറ്റേ വലിപ്പമുള്ള സംഭവം നമ്മൾ ജീവിതത്തിൽ കണ്ടില്ല. ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇത്ര വലിപ്പമുള്ളതേ ഇല്ല, എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു കേട്ടോ. ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ് കാണിച്ചു തരാം. അപ്പോൾ ഇവരൊക്കെ വാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമേ, ഒരു വ്യത്യസ്തമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഇവരൊക്കെ കണ്ടിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, വീഡിയോ ഷെയർ ചെയ്തോളി. നാസർക്ക അതാ ഇത് അതിന്റെ കുറച്ച് സാധനങ്ങൾ കിട്ടിയതാണ്. ഇപ്പത്തെ ഒരു ഇതാ ഇതിന്റെ നീളം പൂളത്തറി അല്ലേ? ആ തല മുതല് ഈ തല വരെ കിടക്കുന്ന കേട്ടോ. ഇതെവിടെയൊക്കെ കിടക്കുന്നതാണ്. പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട കയറ് പൊട്ടിക്കല്ലേ. ഓ മാഷാഅല്ലാ, അതാ ഇതൊരു പൂളത്തറി. വളരെ അത്ഭുതകരമായിട്ടേ 7 അത്ഭുതങ്ങളിലൊക്കെ 8ാമത്തെ അല്ലേ? അല്ലെ 8ാമത്തെ. അതെ അതാ പൊട്ടിക്കണ്ട. ഇതാണ് ഒരു പൂളത്തര കേട്ടോ. ഒരു പൂളത്തരയുടെ വലിപ്പാട്. ഇതാണ് നിങ്ങളോട് പറഞ്ഞ ഇത്ര വലിയ അത്ഭുതം എന്ന് പറഞ്ഞത്. ഒരു സംഭവം ഇതാ, ഒരു പൂളത്തരയുടെ വലിപ്പം കണ്ടോ. എന്താ ഒരു അടിയിൽ കിടക്കുന്നുണ്ട്. ഒരാളെ ഹൈറ്റിലാട്ടോ. അപ്പൊ ഇത് കർഷക അവാർഡ് കൊടുക്കല്ലോ. ഒരു തരിമന്ന് ഇത്ര കിട്ടുകയാണെങ്കിലേ അപ്പൊ ഒരു 10 തരി വെച്ചാലേ ഒരു ജില്ലക്ക് കഴിക്കാനുള്ള തന്നെ ഉണ്ടാവും അല്ലേ? വേറെ എവിടെയും വെച്ചിട്ടില്ല. അടുത്തുണ്ട്. അതാ ഇനിയിപ്പോ ചിലപ്പോ ഇതിന്റെ തല അപ്പുറത്തെ വീട്ടിലേക്കാറും. അതാ പോയിക്കോണു. അതാ എവിടെ അതിന്റെ കുറ്റിന്റെ അറിഞ്ഞ് ഇതാണ് കുറ്റിന്റെ അറിഞ്ഞത്. ഇപ്പൊ അത് അങ്ങോട്ട് അടി കൂടെ അത് പോയിട്ടുണ്ട്. ഇതിനെവിടെ തൈ കിട്ടി? എന്ത് തയ്യത്? ഇതിന്റെ തറി അവിടെ പൊട്ടിച്ചിട്ടത് അത് അത്യാവശ്യം നല്ല സാധാരണ എത്ര ഉണ്ടാവില്ല. ഇവ ആളെ വിളിച്ച് വരാൻ പറഞ്ഞപ്പോ നമ്മള് എന്തോന്നോ വിചാരിച്ചിട്ടാ. ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല, ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇത് ഞെട്ടിത്തെറിച്ചു പോയി അല്ലേ? ഞെട്ടിക്കുണു ഞങ്ങൾ. ഇലക്ഷന്റെ തിരക്കിലും വന്നിക്കണതേ ഇത് എന്ത് സംഭവിച്ചു. പക്ഷെ വന്ന് മുതലായി. ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് പൂളത്തറി എന്ന് പറഞ്ഞാല്. കിഴങ്ങെന്നൊക്കെ പറയും. നിങ്ങൾക്ക് കുറച്ച് പ്രായമുള്ള ആളല്ലേ, നിങ്ങള് കണ്ടിട്ടില്ല. നമ്മള് ഇപ്പൊ കേരളത്തിൽ തന്നെ അപൂർവമുള്ള ആൾക്കാരെ കിടന്ന് കണ്ടുണ്ടാക്കുക. അപൂർവം കണ്ടുണ്ടാവും. അതിന്റെ തല അടുത്ത വീട്ടിൽ ചിലപ്പോ അതിന്റെ അപ്പുറത്തെ വീട്ടിലാകാൻ സാധ്യത. കാരണം അത്ര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കോളും. എന്താ പറയാനുള്ള ഇനി അങ്ങനത്തെ 3 എണ്ണം കിടക്കണേ. ഇതാ ഒരു സംഭവമായിട്ടാണ് ഇത്ര ഒരു വലിപ്പമുള്ള പൂളത്തറി എന്ന് പറഞ്ഞാലേ ഈ കേരളത്തിൽ തന്നെ ജീവിതത്തിൽ ആരും ഇതുവരെ കാണാത്തൊരു നമ്മള് കണ്ടത്. ഇത് നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവർക്കും കഴിക്കാനുള്ളതുണ്ട്. ആളെ വിളിച്ച് വരുത്തേണ്ടതുണ്ട്. ഒന്ന് പൊന്തിച്ചിട്ട് ഒന്ന് പൊന്തിച്ചാണ്. കണ്ടില്ലേ? അല്ലാണ് പൊന്തില്ല കേട്ടോ. എത്ര കിലോ ഉണ്ടാവും? അല്ലാണ് 20ന്റെ മേലെ എന്തായാലും ഉണ്ട്. ഇത് പൊന്തില്ല, പിടിക്കേ. ഇന്നക്കായി വലിപ്പുണ്ട് സംഭവേ. ഇത്ര പോന്നൊരു കിഴങ്ങേ ഇതിലാരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ച് നിങ്ങൾ കമന്റ് ചെയ്യും. ആരും കണ്ടില്ല അല്ലേ? പൂളക്കിഴങ്ങ് കച്ചവടം ചെയ്യുന്ന ആളാണ് കേട്ടോ. കിഴങ്ങ് കച്ചവടം ചെയ്യുന്ന ആളാണ്. അവനിന്ന് അവരെ കണ്ടിട്ടില്ല. ടേസ്റ്റ് എന്താ നോക്കിയോട്ടെ കേട്ടോ. ചിലത് വലിപ്പുള്ളത് ടേസ്റ്റ് ഉണ്ടാവില്ല, ഗുണം ചെയ്യാറില്ല. പക്ഷെ ഇത് ടേസ്റ്റും ഉണ്ട്. ഇത് ഏത് ഇനത്തിൽപ്പെട്ടാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് പറയട്ടോ. ലേസം ചെറിയൊരു തൈ കൊണ്ടേച്ച് കുഴിച്ചിട്ടാച്ചിട്ടായിരുന്നു. പക്ഷെ നാസർക്കാരുടെ ഒരു 10 സെന്റിലുള്ള പെരയാണ് ഇത്. ഈ 10 സെന്റിൽ ഒതുങ്ങൂല. ഇതിന്റെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ കിഴങ്ങ് പോയിട്ട് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോകണില്ല. അങ്ങനത്തെ 3-4 ഞാൻ കിടക്കുക. പൊടിയുണ്ടല്ലേ? 20 കിലോ സംഭവം ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാ. ടേസ്റ്റ് ഉണ്ടോ? പിന്നെ അടിപൊളിയല്ലേ വലുപ്പും ടേസ്റ്റും. എത്ര മൊത്തം ഉള്ളത്? മൊത്തം 50 കിലോ ആണ്. ടോട്ടല് 50 കിലോന്റെ. ടോട്ടൽ 50 കിലോ ഉണ്ട്. ആ ഒറ്റ ഒന്നും എത്രക്കാണ്? ഇതൊരു 20 കിലോ ഉണ്ട്. 20 കിലോ അതുണ്ട്. ചില്ലറുണ്ട്. 21 തികയില്ല. 20 ചില്ലറുണ്ട്. തൂക്കിയാണല്ലേ? കറണ്ട് പോയി അല്ലേ?